ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, ബഹുമാനായ ഞങ്ങളെല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹ അഭിവാദ്യങ്ങൾ വിനയോടെ അറിയിക്കുന്നു. എന്നാൽ ഓർഡൈൻ മിനിസ്ട്രിയെ കുറിച്ച്, പട്ടത്ത ശുശ്രൂഷയെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാൻ. കഴിഞ്ഞ ഞായറാഴ്ച ദൈവശാസ്ത്ര ഞായറാഴ്ച, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. എന്നാൽ ഓർഡൈൻ മിനിസ്ട്രിയെ കുറിച്ച്, പട്ടത്ത ശുശ്രൂഷ ക്രിസ്തുവിന്റെ മുറിവുകളാൽ അടയാളപ്പെടുന്നത്, മാർക്ക് ബൈ ദ വൂണ്ട്സ് ഓഫ് ക്രൈസ്റ്റ്. അതായത് എങ്ങനെയാണ് പട്ടക്കാരുടെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ മുറിപ്പാടുകളിൽ അടയാളപ്പെടുത്തുന്നത്, ക്രിസ്തുവിന്റെ മുറിപ്പാടുകൾ ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ടുള്ളത്. മധ്യ അമേരിക്കയിലെ, ലാറ്റിൻ അമേരിക്കയിലെ എൽ സാൽവഡോർ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഗോട്ടിമാല എന്ന് പറയുന്ന, നമുക്ക് എല്ലാവർക്കും ഗോട്ടിമാലയെ കുറിച്ച് അറിയാൻ. കാരണം ഏറെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ സുപരിചിതമായ ഒരു മധ്യ അമേരിക്കൻ രാജ്യമാണ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഗോട്ടിമാല എന്ന് പറയുന്നത്. ഈ ഗോട്ടിമാലയുടെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് എൽ സാൽവഡോർ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു ഓസ്കാർ റൊമോറിയോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പ്. ഈ ആർച്ച് ബിഷപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. കാരണം എൽ സാൽവഡോർ എന്ന് പറയുന്നത് സൈന്യത്തിന് കീഴിലായിട്ട് അനേക വർഷക്കാലം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ കഷ്ടതയും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോൾ ഒരു പട്ടക്കാരനായിരിക്കുന്ന കാലത്ത് തന്നെ ജനങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി, നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിലാണ് ലിബറേഷൻ തിയോളജി, നമ്മുടെ ഈ ഓർക്കുന്നുണ്ടായിരിക്കാം, മുതിർന്നതായ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ മധ്യകേരള മഹാടിയിലും ഈസ്റ്റ് കേരള മഹാടിയിലൊക്കെ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു. വിമോചന പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ വിമോചന പ്രസ്ഥാനം ഉടലെടുക്കുവാനായിട്ടുള്ള കാരണം ലിബറേഷൻ തിയോളജി എന്ന് പറയും. ലിബറേഷൻ തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ പറയുന്നതാണ്. പുറപ്പാട് സംഭവമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പുറപ്പാട് സംഭവത്തിൽ നമുക്കറിയാം, 430 വർഷക്കാലം ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ, ഈജിപ്തിലെ അടിമകളായിരുന്നതായ ദൈവത്തിന്റെ ജനത്തെ, അവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് നിലവിളി കേട്ട്, 2 പ്രാവശ്യമാണ് കണ്ടു നിലവിളി കേട്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. ദൈവം തമ്പുരാൻ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. ഇന്നത്തെ പിരമിഡുകളൊക്കെ നമുക്ക് നോക്കി അറിയാം, ഈ ജനം എത്രമാത്രം കഷ്ടപ്പെട്ടാണ് പിരമിഡുകളൊക്കെ. ഞാൻ പറഞ്ഞ പുരാതന പിരമിഡുകളെ കുറിച്ചല്ല, ഏകദേശം ഒരു 3000 ഒക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതായ, അല്ലെങ്കിൽ 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള പിരമിഡുകളൊക്കെ നിർമ്മിക്കാനായിട്ട് ഈ ജനം അവിടെ കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പെട്ട ജനത്തിന്റെ നിലവിളി കേട്ടാണ് യഹോവയെ ദൈവം ഒരു തീരുമാനമെടുക്കുന്നത്. മോശെ എന്ന് പറയുന്ന ജനനായകനെ, ഇത്രോവിന്റെ ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് ഹോരേബിനപ്പുറത്തേക്ക്, ബിയോണ്ട് ദ ഡിസേർട്ട്, മരുഭൂമിക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് ധൈര്യം കാണിച്ച, ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? രാജകൊട്ടാരത്തിലെ ഒരു പഠനമാണ്. അതിനെ ഒരു തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. രാജകൊട്ടാരത്തിൽ ഫറവോന്റെ മകളുടെ ദത്തുപുത്രനായി വളർത്തപ്പെട്ട മോശ, ഈ രാജകൊട്ടാരത്തിൽ നിന്നാണ് ഈ ആർജവം അദ്ദേഹത്തിനുണ്ടാകുന്നത്. അങ്ങനെ ആ സംഭവത്തെയാണ് പുറപ്പാട് സംഭവം. ദൈവം വരാൻ അറിയാം, 10 ബാധയൊക്കെ അയച്ച് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് ലിബറേഷൻ തിയോളജിയുടെ അടിസ്ഥാനം. എവിടെ കഷ്ടപ്പാടുണ്ട്, അത് ഈ മോശയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും ആധുനിക കാലഘട്ടത്തിൽ വേദനയും കഷ്ടപ്പാടും കണ്ണീരിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മധ്യത്തിലേക്ക് അവരുടെ വിമോചനത്തിനായി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ വിമോചനത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന, വിമോചനത്തിന്റെ നാഥനായിരിക്കുന്ന മാസ്റ്റർ ഓഫ് ലിബറേഷൻ, ആ ദൈവത്തിന്റെ പദ്ധതികളാണ് ഈ എൽ സാൽവഡോറിലെ ഓസ്കാർ റൊമേറിയോ ബിഷപ്പ് അച്ഛനായിരുന്ന കാലം തൊട്ട് അദ്ദേഹം പാവപ്പെട്ടവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി, ലിബറേഷന് വേണ്ടി, അമർത്തപ്പെട്ടതായ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെട്ടു. എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഭരണകൂടത്തിന് ഈ ബിഷപ്പിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അഴിച്ചമർത്തലിന് വേണ്ടി, പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളാൻ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു. 1980 മാർച്ച് 24 എൽ സാൽവഡോറിലെ ഒരു ചെറിയ ഹോസ്പിറ്റൽ ചാപ്പലിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ എൽ സാൽവഡോറിലെ 4ാമത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ഓസ്കാർ റൊമോറിയോയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. കുർബാന മധ്യേ അദ്ദേഹം വെടിവെച്ച് വീണ് മരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണം ഒരു വലിയ വിപ്ലവകരമായ മാറ്റമാണ് എൽ സാൽവഡോറിൽ ഉണ്ടാക്കിയത്. അവിടുത്തെ ജനങ്ങള്
പിന്നീട് ശക്തമായി ഈ ഏകാധിപത്യ ഭരണത്തെ അതിനെതിരായി പ്രതികൂലിക്കുവാനും ഒക്കെ തയ്യാറായതുകൊണ്ട് പിന്നീട് പ്രിയമുള്ളവരെ അവിടെ ഒരു സമാധാന അന്തരീക്ഷം സംജാതമാകുവാനായിട്ട് ഈ ഓസ്കർ റൊമാരിയോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിന്റെ മരണം അത് ഒരു മഹാന്തരമായി തീർന്നു. ഈ ആർച്ച് ബിഷപ്പിനെ പിന്നീട് റോമൻ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി. കുർബാന മധ്യേ വെടിയേറ്റ് വീണതായ ഓസ്കർ റൊമാരിയോ എന്ന് പറയുന്ന ആർച്ച് ബിഷപ്പിന്റെ ജീവിതം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിന് വളരെ ശക്തി പകരുന്നതാണ്. ഇന്നത്തെ ചിന്താവിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ മുറിവുകളാൽ അടയാളപ്പെടുത്തിയതായിരിക്കണം പട്ടക്കാരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മുറിവടയാളം സ്വീകരിച്ചവനായിരിക്കണം ഒരു പട്ടക്കാരൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അടുത്ത സമയത്ത് നമ്മുടെ പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ആടുകളുടെ മണമുള്ള ഇടയനായിരിക്കണം ഒരു പട്ടക്കാരൻ, ആടുകളുടെ മണമുള്ള ഇടയനായിരിക്കണം. ഒരു ചിന്തകൻ പറയുന്നത്, ക്രിസ്തുവിന്റെ മുറിവടയാളം സ്വീകരിച്ച പട്ടക്കാരൻ സൃഷ്ടികർത്താവിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. ഫ്രം കെയോസ് ടു കോസ്മോസ്, അതായത് രൂപവും ഭാവവും ഇല്ലാതെ വികൃതമായി കിടന്ന സൗന്ദര്യമില്ലാതിരുന്ന ഈ പ്രപഞ്ചത്തിന് രൂപം നൽകിയ, സൗന്ദര്യം നൽകിയതായ, ഭാവം നൽകിയതായ ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഒരു പട്ടക്കാരനോട് നിർവഹിക്കേണ്ടത്. കെയോസ് ടു കോസ്മോസ്, രൂപമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത ഈ സാമൂഹിക വ്യവസ്ഥിതിക്ക് ഒരു ഓർഡർ നൽകുവാനായിട്ട് ഒരു കിളി തന്റെ മുട്ടയിന്മേൽ അടയിരുന്ന് ബ്രൂഡിങ് ഓവർ, അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ 1-2 വാക്യങ്ങളിൽ കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് എന്താണ്, ഇരുളടഞ്ഞതായ അന്ധകാരം നിറഞ്ഞതായ ലോകത്തിന്മേല് പ്രവർത്തിച്ച് പ്രകാശമുണ്ടായി, ഭാവമുണ്ടായി, സൗന്ദര്യമുണ്ടായി. ഒരു തള്ളപ്പക്ഷി മുട്ടയ്ക്ക് അടയിരിക്കുന്ന പോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം മൂലം സൗന്ദര്യമില്ലാതിരുന്ന, രൂപമില്ലാതിരുന്നതായ ഈ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യമുണ്ടായി. കെയോസ് ടു കോസ്മോസ്, അതാണ് ആടുകളുടെ മണമുള്ള ഇടയനായിരിക്കണം. ആടുകളുടെ മണമുള്ള ഇടയന്റെ മുറിവടയാളങ്ങൾ ദൈവജനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ഇന്നത്തെ വേദഭാഗങ്ങളോടെ പരിശോധിക്കാം. പുരോഹിതൻ എന്ന് പറയുന്ന പദം പുരോഭാഗത്തിൽ നിന്ന് ഹിതം ചെയ്യുന്നവൻ എന്നാണ് പുരോഹിതൻ. പുരോഗതി ഒരു സംസ്കൃത പദമാണ്. പുരോ ദൈവജനത്തിന് വേണ്ടി, ദൈവജനത്തിന്റെ മുമ്പാകെ ഒരു നായകനായി നിന്ന് ദൈവത്തിന് ഹിതം ചെയ്യുന്നതിനാണ് പുരോഹിതൻ. പുരോഭാഗത്തിൽ നിന്ന് ഹിതം ചെയ്യുന്നതിനാണ്. പ്രീസ്റ്റ് എന്ന് പറയുന്ന പദം ഒരു മനോഹരമായ ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്. ആ പദത്തിന്റെ അർത്ഥം പാലം പണിയുന്നവൻ എന്നാണ്. പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് ബിൽഡർ, ബ്രിഡ്ജ് മേക്കർ, പാലം പണിയുന്നവൻ എന്നാണ് പ്രീസ്റ്റ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം വന്നിരിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ്. അത് ഞാൻ പറഞ്ഞത് നമ്മൾ ഗ്രീക്ക് പദം നമുക്ക് അത്ര പ്രസക്തമല്ലല്ലോ. ദൈവത്തിന്റെയും മനുഷ്യന്റെയും മധ്യേ പാലം പണിയുന്നവനാണ്, പാലമായിട്ടിരുന്നവനാണ്, അല്ലെങ്കിൽ മധ്യസ്ഥനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ ചിന്തയാണ്, ഈ പുരോഹിതന്മാരുടെ ആവശ്യമുണ്ട്. നമ്മൾ ഈ ഇത്രോം അല്ലെങ്കിൽ നമ്മൾ അഹരോനെ തുടങ്ങി പഴയ നിയമ കാലഘട്ടത്തില് പുരോഹിതന്മാരുടെ ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ്. ലേവി ഗോത്രത്തിലെ പുരോഹിതനല്ല, അഹരോന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനല്ല, മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ സെമിനാരി പഠനമൊക്കെ ആവശ്യമാണോ, അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് നല്ല ക്വാളിഫിക്കേഷൻ ആവശ്യമാണോ, അതൊക്കെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം. നമ്മുടെയൊക്കെ മുമ്പിലിരിക്കുന്ന നമ്മുടെ ദൈവജനം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, അവര് ഉന്നതമായ വിദ്യാഭ്യാസം ആർജിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. PhD കഴിഞ്ഞവരും M.Tech കഴിഞ്ഞവരും ഒക്കെ ധാരാളം പേര്, PG കഴിഞ്ഞവരും ഒക്കെ ധാരാളം പേരുണ്ട്, ഉന്നതമായ ജോലിയിലൊക്കെ ആയിരിക്കും. അപ്പൊ അവരോട് ദൈവജനം സംസാരിക്കുമ്പോൾ നമ്മളറിയാം ChatGPT, ബെറ്റ AI കാലഘട്ടമാണ് നമ്മുടെ ഫോണിൽ തന്നെ ഇതുണ്ട്. ഞാനൊരു വേദഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ChatGPT അടിച്ചുപെടുത്തി കഴിഞ്ഞാൽ അതിന്റെ നല്ല ഇന്റർപ്രിട്ടേഷന് ഞാനിവിടെ പറയുന്നതിനെക്കാട്ടിലും നല്ല ഗംഭീരമായ ഇന്റർപ്രിട്ടേഷൻ കിട്ടുന്ന കാലഘട്ടമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഇതൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ അവിടെയാണ് ഈ സ്പെഷ്യലൈസ്ഡ് മിനിസ്റ്റർ എടുത്തിട്ട് കാത്തലിക് ചർച്ചിനെടുത്ത് നോക്കിയാൽ എനിക്ക് എന്നെ വളരെ ആകർഷിച്ച ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സംഭവം എന്നത് ഞാനിങ്ങനെ വായിച്ചു നോക്കുന്നു. നമ്മുടെ അടുത്ത് തന്നെയുള്ളതായ കുളമാവിന്റെ കുറച്ചപ്പുറത്തായിട്ട് അവിടെ നമുക്കറിയാലോ, അവിടെ അടുത്ത ഒരു പട്ടക്കാരനുണ്ട്. കപ്പുച്ചിൻ സഭയുടെ പട്ടക്കാരനാണ്. ഈ പട്ടക്കാരൻ
തന്റെ ഇതുവരെയുള്ള ജീവിതകാലത്ത് 43 വയസ്സെങ്ങാണ്ട് അദ്ദേഹത്തിന് 367 വീടുകളാണ് അദ്ദേഹം പണിത് കൊടുത്തത്. യാതൊരു പരസ്യങ്ങളുമില്ല, ആർക്കാണ് പണിത് കൊടുത്തത് അറിയത്തില്ല. ഒരു 7 ലക്ഷം രൂപ വരുന്ന 367 വീടുകൾ ഈ കുളമാവിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ നാടുകാണി എന്ന് പറയുന്ന ആ പോയിന്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ ചിലർക്ക് അറിയാം, അവിടെ ഒരു എക്കോ ഷോപ്പ് ഉണ്ട്. ഈ അച്ഛൻ്റെ എക്കോ ഷോപ്പ്, പക്ഷെ പരസ്യങ്ങളൊന്നുമില്ല. കപ്പിച്ച സഭയുടെ ഒരു ചെറിയ ആശ്രമമുണ്ട്. അതിന് താഴെയായിട്ട് അവിടെ ഒരു ITC ഉണ്ട്. അതിന് താഴെയായിട്ട് ഒരു ആശ്രമമുണ്ട്. ഈ ആശ്രമത്തിലാണ് ഈ അച്ഛൻ താമസിക്കുന്നത്. 367 വീടുകൾ അദ്ദേഹം പണിത് കൊടുത്തത്. പരസ്യങ്ങളൊന്നുമില്ല. ആരാണ് ഇതിന് സംഭാവന കൊടുത്തതെന്ന് ഒരു പരസ്യമില്ല. ആർക്കാണ് ഈ വീട് പണിത് കൊടുക്കുന്നതെന്ന് അറിയത്തുമില്ല. അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ ചെയ്യുന്നതായ ധാരാളം. അതുപോലെ തന്നെ വഴിയച്ഛൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. ആ ഏത് ദേശത്ത് ചെന്നാലും അവിടെ മനോഹരമായ റോഡുകൾ നിർമ്മിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. വഴിയച്ഛൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് മിനിസ്റ്റർ ചെയ്യുന്ന ധാരാളം പേര് കാത്തലിക് ചർച്ചിലുണ്ട്. എന്നാൽ നമുക്ക് അത്രമാത്രം സ്പെഷ്യലൈസേഷൻ ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഇന്നും ഒരു തെറ്റിദ്ധാരണയുണ്ട്, പട്ടക്കാലം എന്ന് പറയുന്നത് അധികം വിദ്യാഭ്യാസം ഒന്നും വേണ്ട, സ്പെഷ്യലൈസേഷൻ ഒന്നും ഇല്ലെങ്കിൽ സാരമില്ല. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സ്പെഷ്യലൈസേഷനും ഉദാഹരണമായിട്ട് നമുക്ക് കോളേജുകളൊക്കെ ഉണ്ട്. ആ കോളേജുകളുടെയൊക്കെ മാനേജർമാരൊക്കെ ആവുന്നവര് കാത്തലിക് ചർച്ചിലൊക്കെ ആണെങ്കിൽ BEdും PG BEdും PhD ഒക്കെ കഴിഞ്ഞാലാണ് അതിന്. പക്ഷെ നമ്മളെല്ലാം 1000 അച്ഛനും ചിലത് അവരെ ഒരാളെ പിടിച്ച് ഏൽപ്പിക്കുന്നു. ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരച്ഛൻ ഒരു സമയം വന്നിരിക്കുന്നു, ഈ അച്ഛനെ പിടിച്ച് ഹോസ്പിറ്റലിൽ ഏൽപ്പിക്കുന്നു. അച്ഛൻ ഇതുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും അഡ്മിനിസ്ട്രേഷനോ ഹോസ്പിറ്റലോ അതിന്റെ ഏതെങ്കിലും വിഭാഗങ്ങളെ കുറിച്ചോ യാതൊരു ബോധ്യമില്ലാത്ത ഒരാളെ ഏൽപ്പിക്കുന്നത്, അതാണ് നമ്മുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പരാജയപ്പെടാനായിട്ട് കാരണം. പരാജയത്തിന്റെ ഒരു പടിവല്ലേ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു പരാജയത്തിലേക്ക് പോകാൻ കാരണം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആരെയും കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് ഞാൻ ഓർക്കുന്ന 12 ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ഓരോരുത്തർക്കും സ്പെഷ്യലൈസ്ഡ് മിനിസ്ട്രിയാണ് കൊടുക്കുന്നത്. നമുക്കറിയാം കോർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും ഒക്കെ ചേർന്ന ഒരു കോർ ഗ്രൂപ്പ്. അവരെ ഒരു ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. പണസഞ്ചിയുടെ കാര്യം യൂദായ ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തിനാ യൂദായെ പണസഞ്ചി ഏൽപ്പിച്ചത്? ഹി വാസ് എക്സ്പേർട്ട് ഇൻ അക്കൗണ്ട്സ്. അദ്ദേഹം ഫൈനാൻസിന്റെ കാര്യത്തിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മിനിസ്ട്രി നമുക്ക് ആവശ്യമാണ്. എന്നാ ഒരു ചിന്തയാണ്, ഇപ്പൊ ഇനിയിപ്പം വീഡിയോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ പഠനം ഇല്ലെങ്കിലും സാരമില്ല, കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെ ഓർഡർ ചെയ്തേക്കാം. പക്ഷെ അത് വലിയൊരു അപകടകരമാണ്. കാരണം എന്താ അറിയാം, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ നല്ലപോലെ അറിയാവുന്ന കുഞ്ഞുങ്ങളാണ്. എപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ കൈയടക്കുന്നവരാണ്. ഇംഗ്ലീഷിലുള്ളതായ കമന്ററീസ് ഒക്കെ വായിച്ച് അത് വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കണം. ഞാൻ നോക്കിയായിരുന്നു, എന്റെ പേരൻസ് എന്നോട് പറയുമായിരുന്നു, മാത്സ് എന്ന വളരെ ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ ഞാൻ വന്നത്. എന്റെ പിതാവ് മാത്രം പറയാൻ മാക്സിയം പഠിക്കാനുള്ളത് പഠിക്കണം. അങ്ങനെ ഒരു ഗ്രാജുവേഷൻ എടുത്തത്, അത് കഴിഞ്ഞ് ഒരു PG ഫിലോസഫിയിൽ എടുത്തു. എന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നിയാണ് എന്റെ പഠനം വളരെ മുടങ്ങി. ഇനി ഒരു PG കൂടെ എടുക്കുകയോ എന്തെങ്കിലും ഒരു PhD കൂടെ ചെയ്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ യുവജനങ്ങളോട് പുതിയ തലമുറയോട് സമ്പാദിക്കാനായിട്ട് സാധിക്കും. കാരണം കൂടുതൽ പഠിക്കുമ്പോഴാണ് ലോകം എത്ര വിശാലമാണെന്നും നമ്മൾ എത്ര ചെറുതാണെന്നും നമുക്ക് മനസ്സിലാകുന്നത്. വിദ്യാഭ്യാസം നമ്മളെ വിനയമുള്ളവരാക്കിപ്പിക്കുന്നത്. അല്ലാതെ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയാൽ അറിയാം, ഏത് പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും എന്ന് പറയുന്നത് കൂടുതൽ നന്മയുണ്ടാകുമ്പോൾ വിനയമുണ്ടാകും. ഏറ്റവും നല്ല എക്സാമ്പിളാണ് ബാവ് എന്ന് പറയുന്നത്. ബാവ് ഇങ്ങനെ പൂത്ത് കാഴ്ച നിൽക്കുമ്പോൾ ബാവിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കും. എന്താണ്? ദൈവമേ, ഈ ഫലപുഷ്ടി തോന്നുന്നത് എന്റേതല്ല, അങ്ങ് തന്നെ നന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നത്. വിനയം ഉണ്ടാകണം. വിനയം ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. നമ്മൾ വളരെ ചെറുതാണെന്നും നമ്മുടെ ചുറ്റുപാടുമുള്ളതായ സമൂഹം വളരെ സ്പെഷ്യലൈസ്ഡ് ആണെന്നും അവർ വളരെ വിദ്യാഭ്യാസം MA ലിറ്ററേച്ചർ കഴിഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ലിറ്ററേച്ചറുകാര് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷ, അതുപോലെ സാധാരണക്കാരൻ നമ്മുടെ ഇടയിലുണ്ട്. ഇതിനെല്ലാം നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലേക്ക് ഒരു പഠനക്കാരനുണ്ടാവും വളർന്നു പറയണം. അത് തിയോളജിയിൽ മാത്രം PG ഉണ്ടായാൽ പോലെ PhD നമ്മുടെ ഈസ്റ്റ് കേരള മഹാടിലാണ് ഏറ്റവും കുറവ് MPH-കാരും ഏറ്റവും കുറവ് PhD-കാരും DPH-കാരും ഉള്ളത്. കാരണം ഈസ്റ്റ് കേരള മഹാടിലേക്ക് അങ്ങനെ ദർശനമില്ല. ഇങ്ങനെ പട്ടക്കാരെ പഠിപ്പിക്കണം. പക്ഷെ സൗത്ത് കേരള മഹാടിലേക്ക് നിങ്ങൾ ചെന്ന് നോക്കുകയും
40 പേരാണ് ഓരോ ബ്രാഞ്ചിലും വെച്ചുള്ളത്. ഞാൻ എന്റെ സുഹൃത്തുക്കൾ, എന്റെ കൂട്ടുകാരെല്ലാം ഓൾ ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും ഒക്കെ MPH ഉം DTH ഒക്കെ എത്ര അവർ പ്രോത്സാഹിപ്പിക്കും. ഓരോ വർഷവും 5-6 റെക്കമെൻഡേഷൻ ലെറ്ററാണ് ലോകത്തിന്റെ എല്ലാ സെമിനാരിലേക്കും. ലോകത്തിലെ എല്ലാ സെമിനാരികളിലും PhD കിട്ടിയ സൗദി കലാകാരുണ്ട്. എല്ലാം പഴയ നിയമത്തിലൊക്കെ വളരെ കുറവാണെങ്കിലും അവിടെ ഉണ്ട് ഒരു 10-15 പേര്. ഈസ്റ്റ് കേരള മഹാടിയിൽ വളരെ പറയുന്ന പല കാര്യങ്ങൾ, സാമ്പത്തികം നമുക്കില്ല, പക്ഷെ ഒരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. നമുക്കിത് മതി എന്നുള്ള ധാരണ, ഈ കുഞ്ഞിന് ഈ കഞ്ഞി മതി എന്നുള്ള ധാരണയാണ്. അത് മാറുന്ന പ്രിയമുള്ളവര്, നമ്മുടെ ഇടയിൽ പട്ടക്കാലം നല്ല PhD ഒക്കെ കഴിഞ്ഞുള്ള, കാരണം അതുകൊണ്ട് എന്ത് പറ്റുന്നു, സെമിനാരിലൊക്കെ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ഇവിടെ വിടാനായിട്ട് ആൾക്കാരില്ല. ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് നമ്മുടെ പട്ടക്കാരെ നിയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ നമുക്കറിയാം. ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായോഗികമാണെന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ആണ് വളരെ വിലയേറിയത്. സർട്ടിഫിക്കറ്റ് കാണിച്ച് എനിക്ക് എല്ലാം അറിയാം, ഞാൻ വിദഗ്ധനാണെന്ന് പറഞ്ഞാൽ അവരുടെ വേർ ഇസ് യുവർ സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് ആണ് ഇന്നൊരു ബ്രിട്ടീഷ് പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഞാനിതൊരു ഇതായിട്ട് പറയുകയാണ്. ഇനിയെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പട്ടക്കാർക്ക് നല്ല MDH ഉം DTH ഒക്കെ ഉള്ളതായ സ്പെഷ്യലൈസ് ചെയ്തതായ അച്ഛന്മാരുണ്ടാകണം. നമുക്ക് ലീഡർഷിപ്പിലേക്ക് വരണം. അങ്ങനെയുള്ളതിൽ നിന്ന് നല്ല 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 നേതാക്കന്മാരെ ഉയർന്നു വരും. അതാണ് കാത്തലിക് ചർച്ചിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അവരുടെ ഏത് സ്ഥാപനങ്ങളും നല്ല നിലയിലേക്ക് വരാനും കാരണം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. മെഡിസിനിൽ ഡോക്ടർമാരുണ്ട്, എനിക്കറിയാം, ഡോക്ടർമാർ അച്ഛന്മാരെ അറിയാം. കന്യാസ്ത്രീകൾ എത്ര ഡോക്ടർമാരുണ്ടെന്ന് അറിയാമോ? അവരെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ടീച്ചിങ് ഫാക്കൽറ്റി ധാരാളമാണ്. SP കോളേജിന്റെ പ്രിൻസിപ്പളൊക്കെ PhD കഴിഞ്ഞ അച്ഛന്മാരാണ്. നമുക്ക് അങ്ങനെ ഒരാൾ പോലും ഇതുവരെ അല്ലെ എത്ര വർഷങ്ങളായി, 83 മുതൽ ഇത്രയും 2024 വരെയായിട്ട് ഒരാളെ പോലും നമുക്ക് എൻകറേജ് ചെയ്തുകൊണ്ട് ഇതൊന്നും ഒരു സ്വയം വിമർശനമായി നമ്മൾ കണക്കാക്കി കൂടുതൽ പേര് ഈ സ്പെഷ്യലൈസ്ഡ് ടീച്ചിങ് ഫാക്കൽറ്റിയിലേക്ക് വരാനായിട്ട്, മെഡിസിനിലേക്ക് വരാൻ. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു അച്ഛൻ ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാവങ്ങളും മാറും. എനിക്ക് മെഡിസിനെ ഞാൻ 2 വർഷം ഫിസിയോതെറാപ്പി പഠിക്കാൻ പോയത്, അല്ലാതെ അതുമായി ബന്ധപ്പെട്ട് കോഴ്സ് ചെയ്താൽ വേറെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത് മെഡിസിനുമായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ കുറച്ചുകൂടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയാണ് കാത്തലിക് ചർച്ചിന്റെയും മറ്റു സ്ഥാപനങ്ങളൊക്കെ വളരെ ഉന്നതമായ നിലയിലേക്ക് നിങ്ങൾ അതെടുത്ത് നോക്കി. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ കാത്തലിക് ചർച്ചിന്റെ മൂലമറ്റേ കോളേജ് കമ്പയർ ടു ഹെൻറി ബേക്കർ കോളേജ് മാത്രം നോക്കിയാൽ മതി. എത്രമാത്രം എക്സ്പാൻഷനും എക്സ്റ്റൻഷനുമാണ് ഒരുമിച്ച് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ. അതുകൊണ്ട് ഈ കാഴ്ചപ്പാട് മാറണം. കൂടുതൽ ഇത് പറയുന്നത് ചിലപ്പോൾ ഇതൊരു വിമർശനമായിട്ടല്ല, സ്വയം വിമർശനത്തിന് നമ്മൾ തയ്യാറാണ്. അതാണ് ഇന്നത്തെ വേദഭാഗങ്ങൾ. നമ്മൾ വായിച്ചിട്ടുള്ള വേദഭാഗങ്ങളെല്ലാം ഈ ഒരു ക്രിസ്തുവിന്റെ മുറിവുള്ള അടയാളപ്പെട്ടതായ പട്ടക്കാരെ കാണാൻ സാധിക്കും. ഒരു വേദഭാഗം മാത്രം ഞാൻ പറഞ്ഞു 2 ചിന്തകൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൽ സാൽവഡോറിലെ ബിഷപ്പായിട്ടുള്ള ഓസ്കർ റൊമാരിയുമായിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി പ്രിയമുള്ളവരെ, ഇന്ന് 1 സാമുവേൽ 22-ാം അധ്യായം 12 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ മുറിവേറ്റ ഒരു പട്ടക്കാരനെ കാണുകയാണ്. മുറിവേറ്റ ഒരു പട്ടക്കാരൻ ആരാണത്? ദാവീദിനെ കുറിച്ചാണ്. ഓൺലൈൻ മിനിസ്ട്രി ഓഫ് ഡേവിഡ്, അതാണ് നമ്മൾ കാണുന്നത്. ദാവീദിന്റെ ഒരു മുറിവേറ്റ ഒരു പട്ടക്കാരനായി അദ്ദേഹത്തിന്റെ പ്രസ്താവന ഞാൻ വായിച്ചപ്പോൾ ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മൾ ശ്രദ്ധിക്കണമേ. അദ്ദേഹത്തിന്റെ കൂടെയുള്ളതായ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതായ പുരോഹിതന്മാരെയെല്ലാം ഇസ്രയേലിന്റെ 1ാമത്തെ രാജാവായിരുന്ന ശൗല് കൊലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവനയാണ് ശമൂവേലിന്റെ 1-ാം പുസ്തകം 22-ാം അധ്യായം 23-ാമത്തെ വാക്യം. നിന്റെ പിതൃഭവനത്തിലൊക്കെ ഞാൻ മരണത്തിന് കാരണമല്ല. അബ്യാഥാറിനോടാണ് ഈ പുരോഹിതന്മാരെ എല്ലാം വന്നപ്പോൾ ഒരു പുരോഹിതൻ മാത്രം അവിടുന്ന് രക്ഷപ്പെട്ട് ദാവീദിന്റെ അടുത്ത്, ഇത് ചരിത്രം ഞാൻ വിശദീകരിക്കാം. നിന്റെ പിതൃഭവനത്തിലേക്ക് ഞാൻ മരണത്തിന് കാരണമായല്ലോ, എന്റെ അടുക്കൽ പാർക്കുക, ഭയപ്പെടേണ്ട. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, എങ്കിലും എന്റെ അടുക്കൽ നിനക്ക് നിർഭയ വാസം ഉണ്ടാകും എന്ന് പറഞ്ഞു. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, എങ്കിലും എന്റെ അടുക്കൽ നിനക്ക് നിർഭയ വാസം ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഇത് ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു ക്രൈസിസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം ഇസ്രായേലിലെ 1ാമത്തെ രാജാവായിരുന്ന സുമകനായ ശൗല് നല്ല വ്യക്തിത്വവും വ്യക്തിപ്രഭാവവും ഒക്കെ ഉണ്ടായിരുന്ന ശൗല് രാജാവായി തീർന്നു. എന്നാൽ ശൗല് രാജാവായിരുന്നപ്പോൾ ഒത്തിരി പരാജയങ്ങൾ ഉണ്ടായില്ല. ശൗലിന് അഹങ്കാരം ഉണ്ടായി. അവിടെ ദുരാത്മാവെന്നൊക്കെയാണ് പറയുന്നെങ്കിലും നമുക്ക് സദസ്യ ക്ലാസ്സുകൾ പഠിച്ച കഥകളാണ് നമുക്കറിയാം. ശൗലിന്റെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടായി, എല്ലാ പരാജയത്തിലും വരി. അപ്പോഴാണ് യഹോവയെ ദൈവം അടുത്ത ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇശായിയുടെ മകനായിരിക്കുന്ന ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദിനെ എന്ത് ചെയ്യുന്നു? ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു.
നാഥാൻ പ്രവാചകനെ അഭിഷേകം ചെയ്യുന്നു. അന്ന് ശമൂവേലിന്റെ കാലഘട്ടത്തിലാണ്. ശമൂവേലിന് ഈ പുസ്തകത്തിന് വലിയ പ്രത്യേകതയുണ്ട്. 2 ഓഫീസ് ഒരുമിച്ച് കൈകാര്യം ചെയ്തിരുന്ന ഒരു വ്യക്തി ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ശമൂവേലാണ്. പ്രവാചകന്റെ ഓഫീസും പുരോഹിതന്റെ ഓഫീസും. സാധാരണ പ്രവാചകന്റെ ഓഫീസ് ഒരാൾ മാത്രമാണ്, പുരോഹിതന്റെ ഓഫീസ് ഒരാൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇത് 2 ഓഫീസും അറ്റായി ഒരുമിച്ച് കൈകാര്യം ചെയ്ത ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹോന്നതനായ വ്യക്തിത്വമാണ് ശമൂവേൽ എന്ന് പറയുന്നത്. അപ്പോൾ ശമൂവേലിന്റെ പദ്ധതിയുടെ ആവിഷ്കാരമാണ് നമ്മൾ കാണുന്നത് ദാവീദിനെ രാജാവായി അഭിഷേകിക്കും. എന്നാൽ ദാവീദിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ വലിയ വലിയ നന്മകൾ ഉണ്ടാകുമ്പോൾ ഈ ശൗലിന് ദാവീദിനോട് അസൂയുണ്ടായില്ല. യഥാർത്ഥത്തിൽ ശൗലിന്റെ മകളെ തന്നെയാണ് ദാവീദ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മരുമകനായിരിക്കുന്ന ദാവീദിനോട് അമ്മായച്ചനായിരിക്കുന്ന ശൗലിന് അസൂയുണ്ടാകുന്നു. ദാവീദിനെ കൊല്ലുവാനായിട്ട് അന്വേഷിച്ചു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് എന്താ? ദാവീദിനെയാണ് ദൈവം ഇസ്രായേലിന്റെ ഭരണം ഏൽപ്പിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നതാ, ഈ പട്ടക്കാരൻ ക്രിസ്തുവിന്റെ മുറിവടയാളം ഉണ്ടാകുന്ന പറഞ്ഞത് അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വളരെ വ്യക്തമായി ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. ദാവീദ് 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ശമൂവേൽ പ്രവാചക പുസ്തകം 1-ാം പുസ്തകം 21-ാം അധ്യായത്തിൽ ദാവീദ് അബ്യാഥാർ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുക്കൽ ചെന്ന് വിശന്നപ്പോൾ ദേവാലയത്തിൽ വിശിഷ്ടമായി ഉപയോഗിക്കുന്ന കാഴ്ചയപ്പം അവിടെ ഭക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. 1000 പേരുള്ളത് യാതൊരു ആയുധമില്ലാതെ വിശന്ന് വലഞ്ഞ് ശൗലിന്റെ മുമ്പിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി നോബ് എന്ന് പറയുന്ന ദേശത്തിലേക്ക് ഓടി രക്ഷപ്പെട്ട് അവിടെ അബ്യാഥാർ എന്ന് പറയുന്ന പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടി ദേവാലയത്തിലെ കാഴ്ചയപ്പം, അബ്യാഥാർ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വിവരം പറഞ്ഞത്. എന്തെങ്കിലും വേറൊന്നുമില്ല ഭക്ഷിക്കാനായിട്ട്, ദേവാലയത്തിലെ കാഴ്ചയപ്പം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെങ്കിലും എനിക്ക് തരണമേ, ഞാൻ വിശന്ന് വലഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഒരു ചോദ്യം ചെയ്തു, എന്തെങ്കിലും ആയുധമുണ്ടോ? അപ്പോൾ ഈ അബ്യാഥാർ പുരോഹിതൻ പറയുകയാണ്, ഗോലിയാത്തിന്റെ വാള് മാത്രമേ ഇവിടെയുള്ളൂ, പരമ്പരാഗതമായി സൂക്ഷിക്കുന്ന ഗോലിയാത്തിന്റെ വാള് മാത്രമേ ഉള്ളൂ, എങ്കിൽ അതെനിക്ക് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് ആ വാൾ വാങ്ങി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഇത് അവിടെയുള്ള ദോവീദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഒറ്റിക്കൊടുക്കുന്നത്. ഈ അബ്യാഥാറിന്റെ സഹായിയായിരുന്ന ദോവീദ് എന്ന് പറയുന്ന ലേവി ഗോത്രത്തിൽപ്പെട്ട പുരോഹിത സഹായിയായി ഉള്ള മനുഷ്യൻ ചെന്ന് ശൗലിനോട് ഇത് പറയുമ്പോൾ ശൗല് പറയുകയാണ്, എല്ലാ പുരോഹിതന്മാരെയും കൊന്നുകളയാൻ, അവരുടെ കുടുംബത്തെയും കൊന്നുകളയാനാണ് പറയുക. പ്രിയമുള്ളവരെ, വലിയൊരു ദുരന്തമാണ് അവിടെ നടക്കുന്നത്. പുരോഹിതന്മാരുടെ കുടുംബങ്ങളും പുരോഹിതന്മാരും അവരുടെ കുടുംബവും ഈ വാളിനാൽ കൊല്ലപ്പെടുകയാണ്. അതിൽ ഈ ഒരാൾ മാത്രം അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഈ അബ്യാഥാർ എന്ന് പറയുന്ന ആ മനുഷ്യൻ മാത്രം അവിടുന്ന് രക്ഷപ്പെട്ടു പോരുന്നു. ആ മനുഷ്യനോട് ദാവീദ് ആശ്വാസ വചനമായി പറയുന്നതായ ഒരു വേദഭാഗമാണ്. അതിന്റെ സംഭവവും അതിന്റെ ഒരു കൺക്ലൂഷനുമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ഞാൻ നിമിത്തമാണല്ലോ നിങ്ങളുടെ ഭവനത്തിന് ഈ വ്യസനമുണ്ടായത്, അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നമുക്ക് ഒരുമിച്ച് എന്റെ കൂടെ നീ എന്റെ കൂടെ പ്രാർത്ഥിക്കൊള്ളുക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അല്ലെങ്കിൽ ദൈവം എന്നെ അയച്ചിരിക്കുന്നുവെന്നോ, എന്നെ വിളിച്ച ദൈവം എന്ത് ചെയ്യുന്നു, നമുക്ക് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രസ്താവനയാണ് നമ്മൾ ഒന്നാമത്. അപ്പൊ ഇതാണ് ഒന്നാമതായി, ഇതിനെയാണ് മൂൺ മാർക്ക് ബൈ ദ മൂൺ മോഡൽ ഓഫ് പ്രാക്ടീസ് എന്ന് വിളിക്കുന്നത്. പ്രായോഗികതയുടെ ഒരു മുറിവടയാളമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ദാവീദിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം കാണാൻ സാധിക്കും. വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഒരു രാജാവിനെ അഭിഷേകിക്കുന്ന രാജാവുണ്ട്. പക്ഷെ ആ രാജാവിനെ ദൈവം തമ്പുരാൻ ആ രാജാവിനെ തള്ളിക്കളയുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി മറ്റൊരു രാജാവിനെ അഭിഷേകം ചെയ്യുന്നു. എന്നാൽ ആ രാജാവിനെ ദൈവം അഭിഷേകം ചെയ്ത രാജാവിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത വലിയൊരു പ്രതിസന്ധി വരുമ്പോൾ അവിടെ വലിയ ഒരു അസ്ഥിരമായ ഒരു അന്തരീക്ഷത്തിൽ, ശൗലിന്റെ അസ്ഥിരമായ ഭരണത്തിലാണ് ദാവീദിനെ കൊല്ലുവാനായിട്ട് ശൗൽ ശ്രമിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുത്തവരെ സംരക്ഷിക്കാനുള്ള ബോധ്യം അബ്യാഥാറിന് ഉണ്ടായതുകൊണ്ടാണ് അവിടെ നിന്ന് ദാവീദിന്റെ അടിയിലേക്ക് ഓടിയെത്തി ഈ വർത്തമാനം പറയുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ മുറിവുകള്, കുരിശിൽ സഹിച്ച കഷ്ടപ്പാടുകൾ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ദൈവസ്നേഹത്തിന്റെ ഒരു വീണ്ടെടുപ്പ് ശക്തിയുടെ പ്രതീകമാണെന്ന് N.T. റൈറ്റ് എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞത് ഇതൊരു പ്രാക്ടീസ് ആണ്. ഇതിനെയാണ് നമ്മള് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ലിബറേഷൻ തിയോളജി ഉണ്ടായപ്പോൾ അവിടെ അവര് പറഞ്ഞു, നമ്മള് ദൈവവചനം വായിക്കുമ്പോൾ അത് പ്രായോഗികമായി തീരണം. വായിച്ചൊരു പുൾപിറ്റ് പ്രസംഗം കൊണ്ട് അവസാനിക്കുന്നതായിരിക്കില്ല, അത് പ്രായോഗികമായി തീരണം. കഷ്ടപ്പെട്ടവരെ അവർ ഉദാഹരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. മുറിവേറ്റവരുടെ മുറിവുകൾ കെട്ടണം.
ദുഃഖിതർക്ക് ആശ്വാസം പകരണം, അതുപോലെ തന്നെ ശാരീരികമായി പ്രയാസമുള്ളവർക്ക് സൗഖ്യമാണ്. പ്രായോഗിക പ്രാക്സിസ് എന്ന് പറയുന്നത് പ്രായോഗികത. ഈ പ്രാക്സിസ് എന്ന് പറയുന്ന ടേം ലോക ചരിത്രത്തിൽ, ക്രൈസ്തവ ചരിത്രത്തിൽ വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉളവാക്കിയതായ ഒരു പദ്ധതിയാണ് പ്രായോഗികത. പ്രാക്ടിക്കലായിട്ട്, നമ്മളെ തിയറിറ്റിക്കലായിട്ടല്ല. തിയറി പറയുമ്പോൾ ഈ ദൈവശാസ്ത്രന്മാർ ഒത്തിരി പേരുണ്ട്, അവരെല്ലാം വിളിക്കുന്ന ആം ചെയർ തിയോളജന്മാരെന്ന് അറിയപ്പെടുന്നത് ഒത്തിരി പേരുണ്ട്. പുസ്തകം ഒരു വർഷത്തിൽ 5 പുസ്തകം വെച്ച് എഴുതുന്നവരുണ്ട്. ജീവിതകാലത്ത് 150 പുസ്തകങ്ങൾ എഴുതും. പക്ഷെ ഒരിക്കൽ പോലും ഇവരൊരു പാരിഷിൽ പോയി ഇരുന്നിട്ടില്ല. പാരിഷിൽ ഇരുന്ന് ഡയറക്റ്റ് ആയിട്ട് വചനവുമായിട്ട് കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ, അല്ലെ വചനം സംസാരിച്ചിട്ട് അതിന്റെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതാണ് തിയോളജി എന്ന് പറയുന്നത്. എന്നാൽ 5-6 പുസ്തകങ്ങൾ സെമിനാരിൽ ഇരുന്ന് നമുക്ക് ഇന്റർനെറ്റ് നോക്കി എഴുതുന്നതിന് യാതൊരു പ്രയാസം. പക്ഷെ ജീവിതത്തിൽ യാതൊരു പ്രായോഗിക അനുഭവമില്ലാത്ത ധാരാളം ദൈവശാസ്ത്രന്മാരെ കാണാൻ സാധിക്കും. എന്നാൽ അതല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. പ്രായോഗികതയുടെ തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ദൈവത്തിന്റെ വചനം ആശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്വാസ തിയറിയായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ ആശ്വാസമാകുന്നു, എങ്ങനെയാണ് ഇത് പ്രായോഗികമായി ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനത്തിന് പട്ടിണി മാറ്റെന്ന് പറഞ്ഞ് തിയറി പറഞ്ഞിട്ട് സ്തോത്രവും പറഞ്ഞ് ആമേൻ പറഞ്ഞ് പോകാനായിട്ടല്ല. പ്രായോഗികത, ലിബറേഷൻ തിയോളജി പറഞ്ഞ് പട്ടിണി മാറ്റാനായിട്ടൊരു പരിശ്രമം ഉണ്ടാകണം. അതാണ് ഇവിടുത്തെ നമ്മുടെ മധ്യകാലത്തിൽ ഈസ്റ്റ് കേരളയിലൊക്കെ ആദ്യമേ വിഭാജന പ്രസ്ഥാനം ഉണ്ടായപ്പോൾ വീട് പണിത് കൊടുക്കാനും അല്പം തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യമാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് KF ഡാനിയൽ അച്ഛൻ്റെ മകൻ സാങ്കി കട്ടപ്പനയിൽ വന്നപ്പോൾ, കാരണം യുവന പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയാണ്. അടുത്ത് തന്നെ ഒരു കോളനി ഉണ്ട് അവിടെ, കട്ടപ്പന ബസ് സ്റ്റാൻഡോട് ചേർന്ന്. ആ കോളനിയിൽ വളരെ പ്രയാസപ്പെട്ട ആൾക്കാർ കഴിയുകയാണ്. അപ്പോൾ ഈ സാഹിച്ചാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം വാങ്ങാനും ക്രൈസ്തവാസ്ത്രത്തിലൊക്കെ നിന്ന സമയത്ത് ഡിഗ്രി പഠിക്കുകയാണ്. നമുക്ക് ഇവർക്ക് വിദ്യാഭ്യാസം കിട്ടണം. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, സാക്ഷരത 100% പറയുന്നത് യാതൊരു സാക്ഷരതയുമില്ലാത്ത തെരുവിന്റെ മക്കളായ ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ കഴിയുകയാണ്. 1 വർഷക്കാലം അവിടുത്തെ യുവജന പ്രസ്ഥാനം ആ ഒരു എന്താ പറയുന്നത് കോളനി, ഇപ്പൊ കോളനി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ആ ജനങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് പോയി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു. ഇതാണ് നമുക്ക് ഒരു ലിബറേഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രായോഗികമായി ചെയ്യണം. ഇവിടെ മഴയും അല്ലെങ്കിൽ പേമാരി ഉണ്ടാകുന്നു എന്നുള്ളത് തിയറിറ്റിക്കലായിട്ട് എഴുതി വെച്ച് അതുകൊണ്ടാകത്തില്ല. പേമാരി ഉണ്ടാകാൻ കാരണം എന്താണ്, കാറ്റ് അല്ലെങ്കിൽ എന്താണ് കാരണം, കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം എന്താണ്, അതിന്റെ കാരണങ്ങളെ കണ്ടെത്തും. ഇവിടെ ദാവീദിന്റെ ഒരു പരിശ്രമമാണ്. നമ്മൾ അവിടെ 21-ാം വായിക്കുമ്പോൾ ഇത് പരിഹാരത്തിന് വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങൾ പ്രായോഗിക തലത്തിൽ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ദാവീദിനെ കാണാൻ സാധിക്കും. ഒന്നാമത് ഞാൻ പറഞ്ഞത് പ്രായോഗികതയുടെ ഒരു പരിപാടിയാണ്, ഒരു പ്രാക്ടിക്കൽ wounded the mark of Christ wounded by practice. പ്രായോഗികതയുടെ ഒരു അടയാളം. രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ, ത്യാഗാത്മ മാതൃകയുടെ ഒരു അടയാളമാണ് എന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വിശുദ്ധനായ പൗലോസിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 11-18 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പൗലോസ് പറയുന്ന ഒരു കാര്യം എന്താണ്. അവിടെ പ്രിയമുള്ളവരെ AD 48-50 കാലഘട്ടത്തിലാണ് ഈ ഗലാത്യ ലേഖനം എഴുതിയിരുന്നത്. റോമൻ ഒരു പ്രോവിൻസ് ആയിട്ടുള്ള ഗലാത്യ എന്ന് പറഞ്ഞ സമയം ഈ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എന്താ പ്രശ്നം? ധാരാളം യഹൂദ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവർ വിജാതീയ വിശ്വാസത്തിൽ നിന്ന് വന്നവരോട് പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിൽ പറയുന്ന പരിച്ഛേദന പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കണം. പരിച്ഛേദന ഉൾപ്പെടെയുള്ള യഹൂദ നിയമത്തിൽ പാലിക്കണമെന്ന് എന്ത് ചെയ്യുന്നു? ഈ ഗലാത്യ സഭയിലെ അടിസ്ഥാനപരമായ പാരമ്പര്യ വിശ്വാസികൾ വാദിച്ചപ്പോൾ ഇതിനോട് പൗലോസ് ശക്തമായി വിയോജിക്കുന്നതായ ഒരു വേദഭാഗമാണ് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 11 യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ മാത്രമാണ് രക്ഷ വരുന്നത് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് പൗലോസ് പറയാണ്, പീഡനങ്ങൾ സഹിക്കാൻ മടിയുള്ളവരാണ് ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഇന്ന് നമ്മൾ ഓർക്കുന്നതാണ് കേട്ടോ. പീഡനങ്ങൾ സഹിക്കാൻ മടിയുള്ളവരാണ് ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. അതുകൊണ്ട് പൗലോസ് പറയാണ്, തന്റെ ശരീരത്തിൽ താൻ ഏറ്റെടുത്ത ചൂടടയാളം 6-17 സ്റ്റിയാമാറ്റ എന്ന് പറയുന്ന പദമാണ്. വളരെ വിപുലമായ അർത്ഥമുള്ള പദമാണ് ചൂടടയാളം എന്ന് പറയുന്നത്. വിശദീകരിക്കുക, ശുശ്രൂഷയ്ക്ക് സമർപ്പേണ്ട ഈ ആവശ്യം ഗലാത്യ സഭയെ ബോധ്യപ്പെടുത്തുക. പൗലോസ് പറയാണ്, ക്രിസ്തുവിന്റെ ചൂടടയാളം, കുരിശിന്റെ ആ ചൂടടയാളമാണ് എന്റെ ശരീരത്തിലുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസ് തുറന്നു പറയുകയാണ്, ശുശ്രൂഷ പട്ടക്കാർ ഭൂമിയിലെ നേട്ടങ്ങളിലല്ല, മറിച്ച് കുരിശിന്റെ പരിവർത്തന ശക്തിയിലാണ് പ്രശംസിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഗലാത്യ ലേഖനത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. നിങ്ങൾ പറയട്ടെ, പട്ടക്കാർ ഭൂമിയിലെ നേട്ടങ്ങളല്ല. ഇന്ന് കൂടുതലും ഭൂമിയിൽ എന്താണ് നേട്ടങ്ങൾ എന്നാണ് ഓർഡർ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. എന്താണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്? എന്നാൽ പൗലോസ് പറയുകയാണ്, ഭൂമിയിലെ നേട്ടങ്ങളല്ല,
മറിച്ച് കുരിശിന്റെ പരിവർത്തന ശക്തിയിലാണ് പ്രശംസിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് പൗലോസിന്റെ ഗലാത്യ സഭയോട് പറയാൻ സുവിശേഷം. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന പൗലോസിന്റെ പ്രഖ്യാപനം പ്രിയമുള്ളവരെ നമ്മുടെ സ്വന്തം മുറിവുകളും ബലഹീനതകളും ഉൾക്കൊള്ളുവാൻ നമ്മളെ വെല്ലുവിളിക്കുന്നു. ദൈവകൃപയുടെ നീർച്ചാലുകളായി നമ്മളേക്ക് ഒഴുകുവാനായിട്ട് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന പൗലോസിന്റെ പ്രഖ്യാപനമാണ്. കർത്താവ് ഏറ്റെടുത്ത മുറിപ്പാടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ പട്ടക്കാരനായിട്ട് മാറാൻ സാധിക്കും. ഇത് വളരെ വിഷയം മാത്രമല്ല, നമ്മളെല്ലാം കർത്താവിന്റെ വാക്കുകൾ പ്രകാരം നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ മുറിവുകളിൽ അടയാളപ്പെടുത്തിയതായ മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അർത്ഥവത്തായ പ്രായോഗികത ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിന്റെ വാക്കുകൾ സ്മരിക്കും. രണ്ട് കാര്യങ്ങൾ പങ്കുവെച്ചു. ഒന്ന്, പട്ടക്കാരനിൽ നിന്ന് പ്രായോഗിക മാതൃകയുടെ മുറിവടയാളം ശരീരത്തിൽ ഉണ്ടായിരിക്കണം. തിയറി മാത്രം പറയാം. ഒത്തിരി തിയോളജിമാരുണ്ട് കേട്ടോ. സെമിനാറിലൊക്കെ പഠിപ്പിക്കുമ്പോൾ 25 വർഷമൊക്കെ ആയിട്ട് ഇങ്ങനെ പുസ്തകം എഴുതുന്ന ആൾക്കാരാണ്. 5 പുസ്തകങ്ങൾ വെച്ചാണ് ഓരോ വർഷം. എത്ര പേര് വായിക്കുന്നതെന്നും എത്ര പേർക്ക് മനസ്സിലാവുന്ന അറിയത്തില്ല. പല പുസ്തകങ്ങൾ ആരും മനസ്സിലാകും. ദൈവം വരാൻ ഒരു ഡിക്ഷണറി ആയിട്ട് വായിക്കണം. യാതൊരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷനും ഇല്ല. ആംചിയർ തിയോളജിമാർ, കസേരയിൽ ഇരുന്ന് മാത്രം പഠിച്ചു വിടുന്ന തിയോളജിമാർ. അതല്ല, മിനിസ്റ്റർ ചെയ്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരുടെ രോദനങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു പട്ടക്കാരനെയാണ് കർത്താവിന് ആവശ്യം. ഈ ആംചിയർ തിയോളജിമാരെ നമ്മുടെ ദൈവരാജ്യത്തിന് വലിയ പ്രയോജനമൊന്നുമില്ല. ഇന്ന് ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ സഭ ഇത്രയധികം തകർന്നു പോകാൻ കാരണം പ്രായോഗികതയില്ല. തിയറി മാത്രമേ ഉള്ളൂ. പുൾപിറ്റിൽ നിന്ന് ഭയങ്കര മനോഹരമായ തിയറി വരുന്നുണ്ട്, പക്ഷെ ഒന്നും പ്രാക്ടിക്കലായിട്ടില്ല. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുണ്ട്. നടപ്പിലാക്കിയ കാര്യങ്ങൾ മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് പ്രായോഗികതയുടെ ഒരു മുറിവടയാളം പട്ടക്കാരൻ ഉണ്ടാകണം. രണ്ടാമതായി പ്രിയമുള്ളവരെ, സാക്രിഫൈസിന്റെ ഒരു മുറിവടയാളം ഉണ്ടാകണം. പൗലോസ് പറയുന്നതാണ്, എന്റെ ശരീരത്തിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ മുറിവടയാളമുള്ളത്, അല്ലാതെ പരിശോധനയല്ല. എന്നിട്ട് അതേ പറയുന്ന പ്രസ്താവന നമ്മളെല്ലാവരും ഓർത്തിരിക്കണമേ. എന്താണ്? പീഡനങ്ങൾ സഹിക്കാൻ മടിയുള്ളവര് ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന, ആചാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ലോകത്തിലെ എല്ലാ സഭകളും ആചാരങ്ങൾ പറ്റിയില്ല. പക്ഷെ പീഡനങ്ങൾ അനുഭവിക്കാനായിട്ട് കഷ്ടപ്പെടാനും ബിഷപ്പ് ഓസ്കാർ ഒമേറിയെ പോലെ സജീവൻ ധരിക്കുവാനും കഴിവുള്ള അല്ലെങ്കിൽ സന്നദ്ധയിലുള്ള വളരെ കുറച്ച് പേരുള്ളൂ. കസേരകളും സ്ഥാനമാനങ്ങളും ഭൂമിയിലെ നേട്ടങ്ങളും ഒക്കെ അന്വേഷിച്ചുകൊണ്ട് പാലായനം ചെയ്യുന്നതായ ധാരാളം പേരെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ മധ്യത്തിൽ വിശുദ്ധായ പൗലോസ് പറയുന്നത്, എനിക്ക് കർത്താവിന്റെ മുറിവടയാളമാണ് ശരീരത്തിലെ സ്റ്റിയാമാതയായിരിക്കുന്നത്. അച്ചുകുത്തുന്നതിനുള്ള അതാണ് അതിന്റെ അർത്ഥം. അച്ചുകുത്തുവായിരുന്നല്ലോ പണ്ട്. ആ അച്ചുകുത്തൽ എന്തായിരിക്കണം? കർത്താവിന്റെ മുറിവടയാളമായിരിക്കണം നമ്മുടെ ശരീരത്തിൽ അച്ചുകുത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു അർത്ഥവത്തായി മിനിസ്റ്റർ ചെയ്യുവാനായിട്ട് നമുക്ക് പട്ടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് പ്രോത്സാഹനം നൽകണം. ഞാൻ പറഞ്ഞൊക്കെ ആവശ്യമുണ്ട്. ട്രെയിനിങ്ങും സ്പെഷ്യലൈസേഷനും ഒക്കെ ആവശ്യമാണ്. പട്ടക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. മറ്റ് സഭകളൊക്കെ അങ്ങനെ. അതുകൊണ്ടാണ് ആ വളർച്ചയുടെ ബാധ്യതയായിരിക്കുന്നത്. നമ്മുടെ മഹാടിയും ആ ഒരു ബാധ്യതയിലേക്ക് വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. 50 വയസ്സാകാനായിട്ട് പോവുകയാണ്. അധികാരമില്ല. ഇനിയും നമുക്ക് ആ രംഗത്തേക്ക് വരാനായിട്ട് സാധിച്ചിട്ടില്ല. എവിടെ നിന്നെങ്കിലും ഫണ്ട് കണ്ടെത്തി ധാരാളം വിദേശ രാജ്യങ്ങളൊക്കെ ഒത്തിരി സെമിനാരികൾ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നമ്മുടെ അച്ഛന്മാരെയൊക്കെ അവിടെ വിട്ട് പഠിപ്പിച്ച് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായിയെ ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാ ദൈവത്തിനും സകല ബഹുമാനം മഹത്വം കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.